വാക്യങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് മനുഷ്യനിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന അവന്റെ അടിസ്ഥാന ചിന്തകൾ, ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിലുള്ള അടിസ്ഥാന ചിന്തകളെല്ലാം അമ്മയുടെ മുന്നിൽ മറക്കപ്പെടുകയാണ്. മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ കെട്ടുകാഴ്ചകളും തേരുകളും ഇതിന്റെയൊക്കെ ഈ ദൃശ്യവിസ്മയങ്ങൾ എല്ലാ വർഷവും ഓണാട്ടുകരക്കാർ കാണുന്നതാണ്. പക്ഷെ അവർക്കൊരിക്കലും ഇതിലൊരു പഴമ തോന്നുന്നില്ല. അമ്മയുടെ അനുഗ്രഹം ഇവിടെ ഒരു മാരിയായി പെയ്തിറങ്ങുമ്പോൾ, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുമ്പോൾ ഇതിനൊരു നവത്വം കൈവരുകയാണ്, ഇതിനൊരു പുതുമ കൈവരുകയാണ്. ഈ പുതുമ തേടിയാണ് ഈ ആബാലവൃദ്ധം ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അവർക്കാർക്കും ഒരു പരാതിയുമില്ല. ഈ കുംഭഭരണിയിൽ ഈ കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിലേക്ക് വരുന്നത് കാണുവാൻ വേണ്ടി എത്രയോ മണിക്കൂറുകളായി ഇവരുടെ കാത്തു നിൽക്കുകയാണ്. അവർക്കൊരു പരാതിയുമില്ല. കാരണം അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ എത്ര കാലം എത്ര നേരം നിൽക്കാമോ അത്രയും നേരം നിൽക്കുന്നത് പുണ്യകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഭക്തജനങ്ങൾ ഒരു പരാതിയുമില്ലാതെ അവാച്യമായ ഒരു ആനന്ദത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ച ഏറ്റവും അനുഭൂതികരമായ ഒരു കാഴ്ച തന്നെയാണ്. ചെട്ടുകുളങ്ങരയിൽ ഈ 13 കരകളിലും അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് ഈ 13 കരകളിലും നടക്കുന്ന ഒരു വലിയ ആചാരമാണ് കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്നത്. കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്നത് അവിടെ പണക്കാരനും പാവപ്പെട്ടവനുമില്ല. എല്ലാവരും മണ്ണിലിരുന്ന് മണ്ണിൽ കുഴിയുണ്ടാക്കി അവിടെ നമ്മുടെ തെങ്ങിന്റെ ഓല വളച്ചു വെച്ച് അതിനകത്ത് വാഴയില വെച്ച് വാട്ടിയ വാഴയില വെച്ച് അതിനകത്തേക്ക് കഞ്ഞി ഒഴിക്കുന്ന ആ ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോ പൂജാമുറിയിൽ വിളക്കിന് മുന്നിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഓലത്തട എന്നാ പറയുക. ഈ ഓലത്തട മണ്ണിൽ കുഴിയുണ്ടാക്കി ഓലത്തട വെച്ചിട്ട് അവിടേക്ക് ഈ വാട്ടിയ വാഴയില വെച്ചിട്ട് ഈ ചൂട് കഞ്ഞി ഒഴിക്കുമ്പോൾ അതിന്റെ ചൂട് കൊണ്ട് തന്നെ ഈ ഇല വാട്ടപ്പെടും. അങ്ങനെ ഈ ഇല വല്ലാതെ അങ്ങനെ ഒരു പാത്രം പോലെ രൂപാന്തരപ്പെടും. ഇല കീറുകയില്ല. ഇതൊക്കെ ഓണാട്ടുകരക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഈ ചൂട് കഞ്ഞി ഒഴിക്കുമ്പോൾ ഈ പച്ച വാഴയില വാടി അതിങ്ങനെ ഒരു പാത്രത്തിന്റെ ആകൃതിയിലാവുകയും ഒട്ടും പാഴായി പോകാതെ പ്ലാവില കൊണ്ട് സുന്ദരമായി കോരി കുടിക്കാൻ പറ്റുന്ന പരുവത്തിലാവുകയും ചെയ്യും. പറക്കണക്കിന് അരിയാണ് ഇവിടെ. ഈ ചെമ്പുകൾ ഇതൊക്കെ കൂലി വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല. ഭക്തജനങ്ങൾ അമ്മയ്ക്ക് സമർപ്പണമായി ചെയ്യുകയാണ്. ദിവസവും 10ഉം 15ഉം പേരുടെ സമർപ്പണമായിട്ട് ഈ കഞ്ഞികൾ വെച്ചു കൊടുക്കുകയാണ് കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്നത്. അസ്ത്രമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്നത്. അസ്ത്രം, ഉണ്ണിയപ്പം, ഈ പഴങ്ങൾ ഇതൊക്കെ കൂട്ടിയാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി വെറുതെ കഞ്ഞിയും ചമ്മന്തിയും കൂട്ടി കുടിക്കുന്ന ഒരു നാടൻ കഞ്ഞികുടിയല്ല, വിഭവ സമൃദ്ധമായ കഞ്ഞികുടിയാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പാമരന്മാരുണ്ട്, പണക്കാരുണ്ട്, ബ്രാഹ്മണരുണ്ട്, ഏറ്റവും താഴെ തലത്തിലുള്ള ആൾക്കാരുണ്ട്. അന്ത്യജൻ മുതൽ അഗ്രജൻ വരെ സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലും പെടുന്ന ആളുകൾ അമ്മയുടെ മുന്നിൽ ഒരേപോലെ ഇരിക്കുകയാണ്. ഇതാണ് ആത്മീയതയുടെ സോഷ്യലിസം എന്ന് പറയുന്നതാണ്. ഇതാണ് സ്പിരിച്വൽ സോഷ്യലിസം എന്ന് പറയുന്നത്. ആത്മീയതയുടെ സമത്വം, സ്ഥിതി സമത്വം, സാമൂഹിക സമത്വം ഒരു ഭരണഘടനയ്ക്കും സൃഷ്ടിക്കാൻ സാധിക്കാത്ത, ഒരു മതത്തിനും സൃഷ്ടിക്കാൻ സാധിക്കാത്ത, ഒരു ജാതിക്കും സൃഷ്ടിക്കാൻ സാധിക്കാത്ത, ഒരു സംഘടനയ്ക്കും സൃഷ്ടിക്കാൻ സാധിക്കാത്ത സാമൂഹിക സമരസതയുടെയും സമത്വത്തിന്റെയുമായി ഈ അന്തരീക്ഷം പരാശക്തിക്ക് മാത്രം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ, ആ ബാലവൃദ്ധം ജനങ്ങൾ, ഇതിനകത്ത് എല്ലാ വിശ്വാസികളുമുണ്ട്. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ഒക്കെ പെടുന്നവർ. അമ്മയെ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. അവരെല്ലാവരും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരു കുഞ്ഞ് ആ തൂശനയിൽ ആ കഞ്ഞു കോരി കുടിക്കുന്നത് എന്നാലോചിച്ച് നോക്കണം. ഇവിടെ അല്ലാതെ ഈ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ അല്ലാതെ മറ്റൊരിടത്ത് നമുക്ക് ഈ സമത്വം കാണുവാൻ സാധിക്കില്ല. ഈശ്വരന്റെ പേരിൽ സമത്വത്തെ അനുഭവിക്കുന്ന ഒരു നാടാണ് ഭാരതം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരു പരാതിയുമില്ലാതെ നമ്മളൊരു പൊതുയോഗത്തിന് പോയാൽ, ഒരു ചടങ്ങിന് പോയാൽ, ആ ചടങ്ങ് അല്പം വൈകിപ്പോയാൽ മുറുമുറുക്കുന്ന, കലാപമുണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എത്ര ക്ഷമയോടുകൂടിയാണ് മണിക്കൂറുകളായി ഇവിടെ കാത്തിരിക്കുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. രോഗികളുണ്ട്, സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ തളർന്നു വീഴുന്നവരുണ്ട്, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വാടിപ്പോകുന്നവരുണ്ട്, അത്യാവശ്യത്തിന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ പലതും സംഭവിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ തങ്ങളുടെ വീടുകളിൽ എന്ത് നടക്കുന്നു എന്നൊന്നും ആലോചിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നത് മറക്കുന്നു, ഭക്ഷണം കഴിക്കുന്നത് മറക്കുന്നു, വീട്ടിൽ കള്ളൻ കയറുമോ എന്നുള്ള കാര്യം മറക്കുന്നു. എല്ലാം അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അമ്മ നോക്കട്ടെ, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ചെട്ടുകുളങ്ങരയിലെ ഹോട്ടലുകാർക്ക് സാധിക്കില്ല എന്ന് നമുക്കറിയാം. ഈ ആളുകൾ ഭക്ഷണമില്ലാതെ ഇരിക്കുകയാണ്. ഈ പാതിരാത്രിയോടടുക്കുന്ന ഈ സമയത്ത് പുലർച്ചെ വരെ ഇവരിങ്ങനെ ഇരിക്കും. കാര്യം അമ്മ മുഹൂർത്തത്തിൽ, നാളെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ അമ്മ ഈ 13 കരക്കാരുടെയും കെട്ടുകാഴ്ചകളുടെ ചൂട്ടിലേക്ക് അമ്മ ജീവതയിൽ എഴുന്നള്ളും. എന്നിട്ട് തന്റെ മക്കൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി വ്രതശുദ്ധിയോടുകൂടി കാത്തിരുന്ന തന്റെ മക്കൾ കഴിഞ്ഞ 7 പകലിരവുകളായി കെട്ടിയൊരുക്കി കൊണ്ടുവന്ന ഈ കെട്ടുകാഴ്ചകളെല്ലാം അമ്മ നിറഞ്ഞ മനസ്സോടുകൂടി അനുഗ്രഹിക്കും. അങ്ങനെ അമ്മ തങ്ങളുടെ കരകളുടെ കെട്ടുകാഴ്ചകളിലേക്ക് വന്ന് അമ്മ അനുഗ്രഹം ചൊരിയുമ്പോൾ ആ അനുഗ്രഹം തങ്ങളിലേക്കും തങ്ങളുടെ തലമുറകളിലേക്കുമാണ് എത്തിച്ചേരുന്നത് എന്നറിയാവുന്ന ഓണാട്ടുകരക്കാർ ക്ഷമയോടുകൂടി അമ്മയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കാഴ്ചക്കണ്ട
മാമാങ്കണ്ടത്തിലേക്ക് കെട്ടുകാഴ്ചകൾ എത്ര വൈകിയെത്തിയാലും ഓണാട്ടുകരക്കാർക്ക് ഒരു പരിഭവവുമില്ല. ഈ സഹനത്തിന്റെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. ചെട്ടിക്കുളങ്ങര അമ്മയ്ക്ക് പ്രണാമങ്ങളോടെ ശ്രീ എഞ്ചിനീയറിംഗ് വർക്ക്, വടക്കേനട, ചെട്ടിക്കുളങ്ങര. ചെട്ടിക്കുളങ്ങര അമ്മയ്ക്ക് പ്രണാമങ്ങളോടെ ശ്രീലത ഉണ്ണികൃഷ്ണൻ, വഞ്ചിപ്പുഴ പാലസ്, മുണ്ടൻകാവ്, ചെങ്ങന്നൂർ.